സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാണെന്ന് നോക്കാം. ഇത്രയും ആലോചിക്കണോ? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എവിടെയാണ്? 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരെല്ലാം കൈകൾ ഉയർത്തിക്കാട്ടെ. ദിവസവും, മാസമല്ല, ദിവസവും 8 മണിക്കൂർ കോളേജിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, നോക്ക്, ഏകദേശം എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ്? ഭക്ഷണത്തിനു വേണ്ടിയാണ്. പിന്നീട് നാം പോരാടുന്ന സമയം എവിടെയാണ്? 8 അവേഴ്സ് തീറ്റയ്ക്കും ജോലിക്കും വേണ്ടി. ബാക്കിയുള്ള 8 മണിക്കൂർ എന്തിനാണ്? ഉറക്കം. ഇനിയൊരു 8 മണിക്കൂറുണ്ട് ദൈവം കൃപ തോന്നി നൽകിയത്. അതിനെ എന്തിനു വേണ്ടിയാണ് നാം ചിലവഴിക്കുന്നത്? നിങ്ങൾ കണക്കൂട്ടി നോക്കി എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത്? വ്യർത്ഥമായ സംഭാഷണം, വീണ്ടും പാചകം ചെയ്യുന്നത്, വസ്ത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നു, അതുപോലെ വസ്ത്രങ്ങൾ തേക്കുന്നു. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്ത് 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ 16-20 മണിക്കൂറോളം നിന്റെ ശരീരത്തിന് വേണ്ടി നീ ഉപയോഗിക്കുന്നു, നിന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഏറ്റവും കുറഞ്ഞൊരു 4 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നോ? വചനം വായിക്കുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ജീവിത രീതി നോക്കിയാൽ അവൻ പകൽക്കാലം മുഴുവൻ നടന്ന് പ്രസംഗങ്ങൾ ചെയ്യുമായിരുന്നു. മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുത്തു, മറ്റുള്ളവർക്ക് നന്മ കൊടുത്തു, അവരെ ബലപ്പെടുത്തി. അവനെക്കുറിച്ച് അവൻ ആലോചിച്ചതേയില്ല. അവൻ പല പല ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് എവിടെയാണ് ആവശ്യത്തിലിരിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് രോഗികൾ ഉള്ളത്, എവിടെയാണ് തകർന്ന വ്യക്തികളായിരിക്കുന്നത്, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് സമയം ചെലവഴിച്ചത്. ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ നേരം വെളുക്കാറാകുന്ന സമയത്ത് ഏകനായി ദൂരെ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട സമയം നോക്കിയാൽ നാം മനസ്സിലാക്കാം, ഒന്ന് പ്രാർത്ഥനയും മറ്റൊന്ന് ദൈവവേലയ്ക്കും. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ശക്തി പ്രാപിച്ചിട്ട് പിതാവിൻ്റെ ഹിതത്തെ അറിഞ്ഞിട്ട് മനുഷ്യരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുന്ന അവൻ്റെ ജീവിത രീതി മനസ്സിലാക്കാം. ഈ കാലത്തുള്ള ക്രിസ്ത്യാനികളുടെ ജീവിത രീതി ഇങ്ങനെയായിരിക്കണം. നീ കോളേജിലാണെങ്കിലും, നീ ജോലിയിലാണെങ്കിലും, നീ സ്കൂളിലാണെങ്കിലും നിന്റെ ലക്ഷ്യം എൻ്റെ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കണം. എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കണം. എൻ്റെ സംസാരത്തിലൂടെ അവൻ്റെ പ്രവൃത്തികൾ അവർ മനസ്സിലാക്കണം. അവൻ്റെ സാക്ഷിയായി ഞാൻ നിൽക്കണം. ഭക്തി എന്ന് പറയുമ്പോൾ ചർച്ചിൽ പോയി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല. എന്നാൽ ഒരു വിശ്വാസി ചർച്ചിൽ വന്നിട്ട് പോകണമെന്ന് മാത്രം കർത്താവ് പറഞ്ഞിട്ടില്ല. നീ പൂർണ്ണതയുള്ളവനായി മാറണം. ആരെങ്കിലും എന്നെ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ഉപേക്ഷിച്ചിട്ട് തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് ദിനം തോറും എന്നെ അനുഗമിക്കണം. നാം പൂർണ്ണരാകാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നില്ല. നമ്മുടെ സമയമെല്ലാം ലോകത്തിന് വേണ്ടി നാം ചിലവഴിക്കുന്നു. നമ്മുടെ സമയമെല്ലാം സമ്പാദ്യത്തിന് വേണ്ടി നാം ചിലവഴിക്കുന്നു. നമ്മുടെ സമയമെല്ലാം ഉറക്കത്തിന് വേണ്ടി പോകുന്നു. നമ്മുടെ സമയമെല്ലാം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളിൽ അവനിലെ വിശ്വാസം അല്പം പോലും കാണില്ല. വിശ്വാസി എന്ന് പറയുന്ന വ്യക്തികളിൽ വിശ്വാസത്തിന്റെ വാസന പോലും കാണുകയില്ല. നാം സമ്പൂർണരായി മാറണമെങ്കിൽ അവന്റെ ജ്ഞാനത്താൽ നാം നിറയണം. അവന്റെ വഴികളിൽ നാം നടക്കണം. അവന്റെ കാലടികൾ നാം പിന്തുടരണം. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും നാം പ്രാപിക്കുവോളം ശ്രദ്ധിക്കുക. 13-ാം വാക്യം വായിക്കുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുമായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. വിശുദ്ധന്മാർ സമ്പൂർണരായി മാറണം. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധരായിരിക്കുന്ന ആളുകൾ സമ്പൂർണരായി മാറണം. അവർ ഓരോ ദിനവും അഭിവൃദ്ധി പ്രാപിക്കണം. ഓരോ ദിനവും അവർ വളരണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അഭിവൃദ്ധി. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ അത് സഭയാണ്. ക്ഷേമമായിരിക്കണമെങ്കിൽ, ആരോഗ്യമായിരിക്കണമെങ്കിൽ, അനുഗ്രഹകരമായിരിക്കണമെങ്കിൽ അവൻ്റെ ശുശ്രൂഷ നടക്കണം. അവൻ്റെ ശുശ്രൂഷ നടക്കുന്നതിന് വേണ്ടി ചില ആളുകളെ അവൻ അപ്പോസ്തലന്മാരെ, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി. എവിടെ നിന്നാണ് ഇവരെയെല്ലാം കൊണ്ടുവന്നത്? ആ സഭയിൽ നിന്നാണ്.
വിശ്വാസികളിൽ നിന്ന് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി. ശരീരത്തിലുള്ളതായ അവയവങ്ങളെല്ലാം തന്നെ തങ്ങളുടേതായ ജോലി ചെയ്തു പോകുന്നത് പോലെ സഭയിലുള്ളതായ വിശ്വാസികൾ എല്ലാവരും പ്രതിദിന അഭിവൃദ്ധി പ്രാപിച്ച് ആർക്കൊക്കെ ഏതെല്ലാം വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ആരെയെല്ലാം എന്തിനു വേണ്ടിയാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളിൽ അപ്പോസ്തലന്മാരായിട്ട്, അതായത് പരിപൂർണമായ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, സുവിശേഷകന്മാരായി ദൈവം നിന്നെ ഏതു രീതിയിലാണോ ആക്കി വച്ചിരിക്കുന്നത് അതിൽ നീ വളരണം. നീ സഭയിലായിരിക്കുമ്പോൾ, ആ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ, ആ ശുശ്രൂഷയിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം. ആരും ഒറ്റ രാത്രി കൊണ്ട് ഒരു ദൈവദാസനാവുകയില്ല. ആരും ഒരു ദിവസങ്ങളുണ്ടോ മറ്റോ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ ദൈവദാസനായി മാറുകയില്ല. 45 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ. ഇനിയും ഞാൻ പൂർണ്ണനായി എന്നെനിക്ക് പറയുവാൻ കഴിയുന്നില്ല. ഇപ്പോഴും ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ദൈവത്തിൻ്റെ പാദപീഠങ്ങൾ ഞാൻ അവൻ്റെ വഴികളിൽ കൂടി ഞാൻ അനേകം പാഠങ്ങൾ ദിനംതോറും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കാണിച്ചു തന്നിട്ട് ദൈവം എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവനെക്കുറിച്ചുള്ള ഭാരത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുകയാണ്. ചെറിയ വിഷയത്തിൽ നീ വിശ്വസനായിരുന്നാൽ വലിയ കാര്യത്തിൽ നിന്നെ വിചാരകനാക്കും. മ്യൂസിക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗിറ്റാർ വാങ്ങിച്ചു കൊടുത്താൽ അടുത്ത ദിവസം തന്നെ മ്യൂസിക് വായിക്കാൻ ഞാൻ പഠിക്കുമോ? പറയൂ. അത് പഠിച്ചത് വായിക്കുന്നതിൽ എക്സ്പേർട്ടാകാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇനിയും പോയിട്ട് അതിൻ്റേതായ മ്യൂസിക്കുകൾ, അതിൻ്റെ നോട്ടുകൾ ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതായി വരും. ദൈവം നിന്നോട് സഭയിൽ അല്ലെങ്കിൽ അതുപോലെ വഴിയേരിയിൽ 3-4 പേർ കൂടുന്ന ചെറിയൊരു മീറ്റിങ്ങിൽ വചനം പറയാൻ പറയുന്നു. ഇത് നിനക്ക് വേണ്ടിയുള്ള ചെറിയൊരു ട്രെയിനിങ് ആണ്. ഇത് നിനക്കൊരു പരിശീലന സമയമാണ്. നീ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നാളെ ദൈവം നിന്നെ ഒരു വലിയ പ്രസംഗകനാക്കി മാറ്റും. എന്നാൽ ഇപ്പോൾ തന്നെ എനിക്ക് ഉന്നതമായ സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചാൽ നീ അല്പത്തിൽ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ അരികിലിരുന്ന് വചനം പ്രാപിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? എങ്ങനെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോടെ നിന്നെ ആക്കുവാൻ കഴിയും? നിന്റെ പ്രസംഗത്തിന് എങ്ങനെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയും? സഭയിലുള്ള എല്ലാ വ്യക്തികളും, പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവർ പ്രസംഗത്തിലും വചനം ഉപദേശിക്കുന്നവർ ഉപദേശത്തിലും, അതുപോലെ പാട്ടുകൾ പാടണമെങ്കിൽ അതിന് സംഗീതം വേണമെന്നില്ല. കർത്താവിന് വേണ്ടത് നിന്റെ ഹൃദയമാണ്, അതിൻ്റെ ഒരുക്കമാണ്. ദൈവം തന്ന താലന്തുകളെ സഭയിൽ എല്ലാവരും ചേർന്നാണ് ഉപയോഗിക്കേണ്ടത്. ദൈവദാസൻ മാത്രമല്ല, മൂപ്പന്മാർ മാത്രമല്ല, വചനം പഠിക്കുന്നവർ മാത്രമല്ല, സഭയെല്ലാവരും. നാം എല്ലാവരും ചേർന്ന് ദൈവീക ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥന ചെയ്യണം, പണികൾ ചെയ്യേണ്ട ആളുകൾ പണികൾ ചെയ്യണം, പ്രസംഗം ചെയ്യേണ്ട ആളുകൾ പ്രസംഗം ചെയ്യണം, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ അത് ചെയ്യണം. ഇപ്പോൾ മീഡിയ വന്ന സമയമായതുകൊണ്ട് വീഡിയോ എടുക്കുന്നവർ വീഡിയോ എടുക്കണം. അങ്ങനെ എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവിക ശുശ്രൂഷ പരിപൂർണമാകുന്നത്. സഭയിൽ അലസന്മാർ ഉണ്ടായിരിക്കാൻ പാടില്ല. അലസന്മാർ ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊള്ളില്ല. സഭയിൽ അൺഫിറ്റായിരിക്കുന്നവർ ആരും തന്നെയില്ല. എല്ലാവരും ഫിറ്റായിരിക്കുന്നു. എന്നാൽ നാം ഫിറ്റാകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. നാം എല്ലാവരും അയോഗ്യന്മാരാണ്. എന്നാൽ നാം യോഗ്യന്മാരായിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിച്ച് പരിശ്രമിക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ലെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, എന്നാൽ എന്നെ ദൈവം പ്രയോജനകരമാക്കി മാറ്റുകയാണ് എന്ന് നാം ഓർക്കേണ്ടതാണ്. അങ്ങനെ, അതായത് നാം എല്ലാവരും ദൈവത്തിൻ്റെ സേവയിൽ ഉപയോഗിക്കപ്പെടേണ്ടതുകൊണ്ട് ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ, ശ്രദ്ധിക്കോ, ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ടു നമ്മളോട് കൽപ്പിക്കുന്ന ഓരോ ഉപദേശത്തിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങനെ കാറ്റിൽ ആടി ഉലയുന്നവരായിത്തീരാതെ നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഇടയൻ നിന്നെ ശാസിച്ചാലും നിന്നെ ശിക്ഷിച്ചാലും അത് നിന്റെ നന്മയ്ക്കാണ്. നിന്നെ നട്ടിരിക്കുകയാണ്. വേരിറങ്ങത്തക്കവണ്ണം നട്ടു, വേര് താഴേക്ക് ഇറങ്ങി പോകത്തക്കവണ്ണം നട്ടിരിക്കുന്നു.
നീ എങ്ങനെ നിന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിന്നെ ഒരു സഭയിൽ നട്ടിരിക്കുമ്പോൾ, ആ സഭയിൽ നിന്ന് ഇട്ടിട്ട് പോകുമ്പോൾ ആത്മീയമായി ബലപ്പെടുകയില്ല. അവിടെ കൊള്ളാം, ഇവിടെ കൊള്ളില്ല, അവിടെ കൊള്ളാമെന്ന് ദേവദാസന് അവിടെ ഭയങ്കര പ്രസംഗമായിരുന്നു. അവിടുത്തെ നല്ല മ്യൂസിക്കാണ്. ഇനിയും വേറൊരു സ്ഥലമുണ്ട്, ഇതിനേക്കാൾ നല്ലത്. നിങ്ങൾ എന്തിനാണ് തറയിലിരിക്കുന്നത്? ഇവിടെയാണെങ്കിൽ കസേരകളുണ്ട്, അവിടെ ഇരിക്കുവാൻ കഴിയും. ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതിൽ സന്തോഷമുണ്ട്. ക്ഷേമം അനുഭവിക്കുന്നതിൽ അതെപ്പോഴെങ്കിലും നമുക്ക് ലഭിക്കും. നാം പോകുന്ന സ്വർഗത്തിൽ അവിടെ സുഖം മാത്രമേ ഉള്ളൂ. ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടത അനുഭവിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി സ്വർഗത്തിൽ പിന്നീട് അവിടെ യാതൊരു കഷ്ടതയുമില്ല. ഇവിടെ നാം കഷ്ടത അനുഭവിച്ചാൽ അവിടെ നാം സുഖം അനുഭവിക്കാനിടയാകുമെന്ന ബൈബിളിൽ പറയുന്നു. ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ കാലടികൾ പിന്തുടർന്ന് നടന്നവർ അവൻ്റെ കഷ്ടതയിൽ കൂടി അവൻ്റെ കാലടികൾ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നാം ഉലയുന്ന ശിശുക്കളെപ്പോലെ അല്ലാതെ കൽപ്പിക്കപ്പെടുന്ന ഓരോ ഉപദേശങ്ങളും, പലതരത്തിലുള്ള പ്രസംഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സഭയിലും പോകേണ്ട കാര്യമില്ല. ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം. വിമർശനങ്ങൾ, ഓരോ വിമർശനങ്ങൾ എന്താണ്? അതെല്ലാം നീ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതെല്ലാം നീ മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ അവസാനം ആത്മീയമായി ഒരു വളർച്ചയും ഉണ്ടാവുകയേ ഇല്ല. ഒരു മനുഷ്യനെ നേരെ നിർത്തിയിട്ട് വയറ് നിറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നിന്റെ ജീവിതവും. അതെന്താണ്, ഇതെന്താണ്, ഏതാണ് സത്യം, ഏതാണ് കള്ളം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എല്ലാം സംശയമാണ്. കേൾപ്പിക്കപ്പെട്ട എല്ലാ ഉപദേശത്തെയും നീ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിന്റെ മനസ്സാകെ താറുമാറായി പോകും. നാം എന്താണ് ചെയ്യേണ്ടത്? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നാം അങ്ങനെ ആയിരിക്കരുത്. എങ്ങനെ നാം ആയിരിക്കണം? സ്നേഹത്തോടുകൂടി, സത്യത്തോടുകൂടി. സ്നേഹവും സത്യവും ഒരുമിച്ചിരിക്കില്ല. സ്നേഹം സാരമില്ലെന്ന് പറയും, എന്നാൽ സത്യം സ്ട്രിക്റ്റ് ആയിരിക്കും. എന്നാൽ യേശുക്രിസ്തുവിൽ അത് രണ്ടും വെളിപ്പെട്ടു വന്നു. അവൻ്റെ പ്രസംഗങ്ങളിൽ കാരുണ്യമുണ്ടായിരുന്നു. അവൻ സത്യമായ ദൈവമാണ്, അതേസമയത്ത് സ്നേഹപൂർണനുമാണ്. ഇനിയും ഒരു രീതിയിൽ പറഞ്ഞാൽ, അവൻ സത്യവും സ്നേഹവും ഒന്നായി തീരുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി അവൻ ബലിയായി. നമ്മിലുള്ള പാപത്തെയെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടി, നമ്മിലുള്ളതായ ബലഹീനതയെല്ലാം നീക്കിക്കളയുന്നതിന് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി. സ്നേഹമായിരിക്കുന്നവനെ കാണാൻ കഴിയും, സത്യത്തോടെ സ്ട്രിക്റ്റായിരിക്കുന്നവനെ കാണാൻ കഴിയും. എന്നാൽ സ്നേഹത്തോടെ സത്യം സംസാരിക്കുവാൻ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. കപടഭക്തിക്കാരേ എന്ന് പരീശന്മാരെ വിളിച്ചപ്പോൾ കർത്താവിൻ്റെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു. കർത്താവ് അവരെ ശപിച്ചില്ലായിരുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്നേഹമാണുള്ളത്. അയ്യോ 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 കപടഭക്തിക്കാരേ, നിങ്ങൾ നശിച്ചു പോകാനിടയാകും. നിങ്ങൾ ന്യായപ്രമാണം അറിയാവുന്നവരാണ്, നിങ്ങൾ യഹൂദന്മാരാണ്, നശിച്ചു പോകും. നിങ്ങളുടെ ജീവിതത്തെ നേരെയാക്കിയെടുക്കൂ എന്ന് സ്നേഹത്തോടെ ശാസിച്ചു. ചില ദൈവദാസന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാനും അതുപോലെയുള്ളതായ അനുഭവത്തിൽ കൂടി പലപ്പോഴും ഞാൻ കടന്നു പോയിട്ടുള്ളതുമാണ്. ഒരു മനുഷ്യനെ അവൻ്റെ പാപത്തെ ശാസിക്കുമ്പോൾ, അവന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ, കണ്ണുനീരോടുകൂടി മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ഹൃദയത്തിൽ സ്നേഹത്തോടെ അവനെ ശാസിക്കുക എന്നതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പാഠം. നിന്റെ കുഞ്ഞുങ്ങളെ നീ ശാസിക്കേണ്ടതായിട്ട് വരുമ്പോൾ, നിന്റെ ഭാര്യയെ നിനക്ക് ഉപദേശിക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഭർത്താവിൻ്റെ കാര്യം വരുമ്പോൾ, നിന്റെ ജീവിതം സ്നേഹപൂർണം ആയിരിക്കേണ്ടതാണ്. സ്നേഹമില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല. നീ സ്നേഹം കൂടാതെ എന്തെല്ലാം ചെയ്താലും അത് വ്യർത്ഥമാണെന്ന് പൗലോസ് പറഞ്ഞു. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠമാണത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. ആ സ്നേഹം അറിയണമെങ്കിൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം വായിക്കണം. അത് വായിക്കുന്നതല്ല, അത് മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെയുള്ള സ്നേഹം എനിക്കുണ്ടോ? അങ്ങനെയുള്ള സ്നേഹത്തിൽ ഞാൻ നടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സ്നേഹം നിന്നിൽ ഉള്ളപ്പോൾ സത്യം ദുർനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ അത് സന്തോഷിക്കുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിനെ പോലെ എല്ലാ വിഷയത്തിലും വളർന്നു വരണം. വളർച്ച പ്രാപിക്കും. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളരും.
ജനിച്ചു കഴിഞ്ഞ സമയത്ത് ആ കുഞ്ഞ് എന്താണ് ഇനിയും ചെയ്യേണ്ടത്? കുഞ്ഞായിരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ കയ്യിലെടുത്ത് താലോലിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഓരോ ദിവസം ചെല്ലുന്തോറും വളരണം. എത്രത്തോളം നാം വളരണം? എത്രത്തോളം വളരണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? മാക്സിമം 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെ നമുക്ക് ഹൈറ്റ് കൂടും. അതോടുകൂടി ആയിപ്പോയോ? ഇനിയും നാം എങ്ങനെ വളരണം? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും മുതിർന്നു വന്നു. എന്തിലാണ് നാം വളരേണ്ടത്? ശരീരം വളർന്നാൽ മതിയാവുകയില്ല. ജ്ഞാനത്തിൽ നാം വളരണം. ദൈവത്തിൻ്റെ കൃപയിൽ വളരണം. മനുഷ്യൻ്റെ കൃപയിലും വളരണം. മനുഷ്യരുടെ കാര്യം എന്തിനാണ് ഞാൻ നോക്കുന്നത്? ചിലർ പറയും, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ശരിയായിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ശരിയാണ് എങ്കിൽ മനുഷ്യരുടെ അടുത്തും ശരിയായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കാതെ നീ ഭക്തി നടിക്കുകയാണെങ്കിൽ ആരാണ് നിന്റെ ഭക്തി അംഗീകരിക്കുന്നത്? നീ ദൈവത്തോട് ഭയഭക്തി ഉള്ളവനായിരിക്കുമ്പോൾ നീ അധികാരികളെ അനുസരിക്കും. നിന്റെ ജോലി വിശ്വസ്തയോടുകൂടി ചെയ്യും. നിന്റെ മനസ്സാക്ഷിയെ നീ കാത്തുസൂക്ഷിക്കും. മനുഷ്യൻ നിന്നെ പുകഴ്ത്താനിടയാകും. നിന്റെ നല്ല സ്വഭാവത്തെ പ്രവൃത്തി അവർ പുകഴ്ത്തുവാൻ ഇടയാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നമ്മുടെ വയസ്സിൽ വളരുക മാത്രമല്ല, ബുദ്ധിയിലും ജ്ഞാനത്തിലും വളരണം. കൊച്ചുകുട്ടികൾ തീയുടെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യും? അവരോട് പറഞ്ഞ് അവർക്കറിയില്ല. അതിൽ കൊണ്ട് കൈവയ്ക്കാനിടയാകും. അവർക്കറിയില്ലത്. അതിൽ കൈവച്ചാൽ പൊള്ളിപ്പോകുമെന്ന കാര്യം അവർക്കറിയില്ല. എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. എന്നാൽ നീ മുതിർന്നു കഴിഞ്ഞതിന് ശേഷം അതിൽ കൈയിടുകയില്ല. കാരണം അത് പൊള്ളുമെന്ന് നിനക്ക് അറിയാം. കൈ പൊള്ളുമെന്ന് നിനക്ക് അറിയാം. രസമെന്ന് വിചാരിച്ച് അറിയാതെ പാപം ചെയ്യുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. അശ്ലീല ചിത്രങ്ങൾ കാണുന്നതെന്തോ തെറ്റാണോ? എനിക്കറിയില്ലെന്ന് ഒരുവൻ പറയാനിടയായി. സത്യമാണ്. എന്താണ്? സിഗരറ്റ് വലിക്കുന്നത് ഒരു പാപമാണോ? എനിക്കതറിയില്ലായിരുന്നു. രസത്തിനാണ് ഞാൻ വലിച്ചത്. രസത്തിനു വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു. കാരണം അവർ വചനം കേൾക്കാത്തതുകൊണ്ട് അവർക്ക് മനസ്സാക്ഷിയില്ല. അവർക്കത് ഗ്രാഹ്യമില്ല. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എന്താണ് തെറ്റ്, എന്താണ് ശരി, ഏത് ചെയ്യണം, ഏത് ചെയ്യരുത് എന്നുള്ള കാര്യം അവർക്ക് അറിയാം. ഒരു മനുഷ്യൻ പൂർണ്ണമായ ആത്മീയത പ്രാപിച്ചെടുക്കുമ്പോൾ ശൂന്യമായ മനസ്സാക്ഷിയോടുകൂടെ ആയിരിക്കും. ഓരോ ചെറിയ കാര്യങ്ങൾക്കും യേശുക്രിസ്തു പ്രതികരിച്ചതുപോലെ പ്രതികരിക്കും. നല്ല മനസ്സാക്ഷിയെ കാത്തുസൂക്ഷിക്കും. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് മരിക്കുന്നതുവരെ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. ആർക്കും താൻ തികഞ്ഞവനെന്ന് പറയുവാൻ കഴിയില്ല. അവസാനം ഒരു വചനം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഞാൻ എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്? അതിൽ തികഞ്ഞവനെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ജയിച്ചു എന്നും ഞാൻ വിചാരിക്കുന്നില്ല. തികഞ്ഞവൻ എന്ന് പറഞ്ഞാൽ പരിപൂർണനായി എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ കയ്യാൽ ഞാൻ പിടിക്കപ്പെട്ടത്? അതിനുവേണ്ടി, അത് പിടിക്കുന്നതിനു വേണ്ടി ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചു കഴിഞ്ഞു എന്നു ഞാൻ നിരൂപിക്കുന്നില്ല. ഒന്നു ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനു ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് എന്ന് പറഞ്ഞ വലിയൊരു ദൈവദാസനാണ്, ഒരു സീനിയർ ദൈവദാസനാണ്. വലിയ ശുശ്രൂഷ ചെയ്തവനാണവൻ. നല്ല അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം കാണിച്ചു തന്ന വ്യക്തിയാണവൻ. ഒരു ദൈവദാസൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചോദ്യത്തിന് മറുപടി വേണമെങ്കിൽ വിശുദ്ധ പൗലോസിൻ്റെ ദൈവിക ശുശ്രൂഷയുടെ രീതിയും അവൻ്റെ വചന പ്രഘോഷണ രീതികളും അതുപോലെ അവൻ്റെ ജീവിത രീതിയും നാം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവൻ പറയുകയാണ്, ഇത്രമാത്രം ചെയ്തിട്ടും ഞാൻ തികഞ്ഞവനാണെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ 1-ാം റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല.
എത്രയോ ആളോട് ഞാൻ സുവിശേഷം പറഞ്ഞു, എത്രയോ ആളുകൾ രക്ഷിക്കപ്പെട്ടു, എത്രയോ സഭകൾ സ്ഥാപിച്ചു, എത്രയോ പേരെ കർത്താവിലേക്ക് നടത്തിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയല്ല. ഞാൻ അതിൽ പരിപൂർണ തൃപ്തി പ്രാപിച്ചിട്ടില്ല. പിന്നിലുള്ള കാര്യങ്ങളെയെല്ലാം ഞാൻ മറന്നിട്ട് ഇനിയും ദൈവത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഞാൻ മുൻപോട്ട് ആഞ്ഞു പോവുകയാണ്. ഈ നാളുകളിൽ അങ്ങനെയുള്ള ദാഹം, അതിനുള്ള തീക്ഷ്ണ, അതിനുള്ള ആഗ്രഹം ഒന്നാമതായി എല്ലാ ദൈവദാസന്മാർക്കും വേണം. രണ്ടാമതായി നമ്മുടെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും വേണം. പൗലോസ് എപ്പോഴും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് സമയത്തെ വിനിയോഗിച്ചത്. ക്രിസ്തുവിനെ പോലെ ആകുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. അവൻ്റെ സ്നേഹം ഉള്ളവരായി അവൻ്റെ സ്നേഹത്തിലൂടെ ആത്മാക്കളെ സമ്പാദിക്കണം എന്നുള്ള കാര്യമാണ് നമ്മുടെ ലക്ഷ്യം. പണത്തിനു വേണ്ടിയോ പേരിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും, അതുപോലെ നമ്മുടെ മഹത്വത്തിന് വേണ്ടിയോ അല്ല ദൈവവേല ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല. ഏതെങ്കിലും ഒരു ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എല്ലാം ഇരുന്നിട്ട് വീട്ടിൽ പോകുന്നത് ശരിയായ സഭയല്ല. സഭ എല്ലാവരും കൂടി പ്രവർത്തിക്കുന്നതാണ് ശരിയായ സഭ. സഭയെല്ലാം ഒരുമിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടുകയുള്ളൂ. ഞാൻ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ നിങ്ങൾ വേണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ ഞാൻ വേണം. അതുപോലെ ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടുവാൻ ആവശ്യമാണ്. അവർ വേണം. ഒരു ദൈവദാസൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളുടെ സഭയിൽ 2 മൂപ്പന്മാരുണ്ട്. വളരെ തല്ലിപ്പൊളിയായ 2 പേരാണവർ. അവർ വളരെ ശല്യമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവരെ ഇടുന്നൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരെ സഹിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും മാറ്റമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ വീട്ടിലെ പണി ചെയ്യാൻ വേണ്ടി അവരെ ഉപകരിക്കാമെന്ന് പറഞ്ഞു. എന്താണ്? അവർ നിന്നെ കുറ്റം വിധിക്കുന്ന സമയത്ത്, വിമർശിക്കുന്ന സമയത്ത്, നിന്നെ നേരെയാക്കുന്നതിന് വേണ്ടി അവരുടെ കുറ്റപ്പെടുത്തലുകൾ നീ സൂക്ഷ്മതയോടെ ആയിരിക്കുവാൻ അത് നിനക്ക് പ്രയോജനകരമാകും. നമ്മുടെ വീട്ടിലും ആരെങ്കിലും ഒരാൾ കാണും എപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ, വഴക്ക് പറയുന്നവർ, എപ്പോഴും ദേഷ്യപ്പെടുന്നവർ. നിന്നെ അങ്ങോട്ട് പോകരുത്. അയാൾ ഉണ്ടെങ്കിൽ നീ നന്നായിരിക്കും. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഭർത്താവ് കുടിയനാണെങ്കിൽ ഭാര്യ നല്ല പ്രാർത്ഥനക്കാരിയായിരിക്കും. ഭർത്താവ് നല്ല പ്രാർത്ഥനക്കാരനാണെങ്കിൽ ഭാര്യ എന്താ പറയുക? നിങ്ങൾ പൊക്കോ, ഞാൻ പിറകെ വന്നേക്കാം. ഒരാൾക്കൊരാൾ വേണം. ഒരാളെ മാറ്റണം. ഒരാൾക്ക് ആവശ്യമുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാൾ പഠിക്കേണ്ടതുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാൾ പഠിക്കണമെന്ന് പറയുമ്പോൾ, മറ്റുള്ളവരിൽ ഒരു കാര്യം കാണുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം പഠിക്കും. മറ്റുള്ളവരിൽ നന്മയുള്ളപ്പോൾ അങ്ങനെ ചെയ്യണം എന്നത് നാം ശീലിക്കണം. മറ്റുള്ളവർ ദോഷമുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യരുത് എന്ന കാര്യവും പഠിക്കണം. നാം എല്ലാവരും ചേരുമ്പോഴേ ക്രിസ്തുവിൻ്റെ സാദൃശ്യം നമ്മിൽ ഉണ്ടാകൂ. എനിക്ക് യേശുവിനെ പോലെ ആകണമെന്ന് വിചാരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കൂ. എനിക്കറിയാം എല്ലാവരും യേശുവിനെ പോലെ തന്നെ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരും പിശാചിനെ പോലെ ആയിരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ 2 കൈകളും ഉയർത്തിയിട്ട്, നിന്നെപ്പോലെ ഞങ്ങളെ ആക്കണമേ, നിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളത്തിൽ നൽകണമേ, നിന്റെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ, നിന്റെ സ്വരൂപത്തിലേക്ക് ആയിത്തീരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണം. നാമമാത്ര ക്രിസ്ത്യാനിയെ നീ ഇരിക്കുന്നുവെങ്കിൽ, വെറുതെ വന്ന് പോകുന്ന ഒരു ക്രിസ്ത്യാനി പോലെ ആകുന്നുവെങ്കിൽ, കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴെല്ലാം, അവൻ്റെ ആലയത്തിൽ വന്ന് നാം ഒരുമിച്ച് ആയിരിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ സഞ്ചരിക്കുന്നുവെന്നും അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്നുവെന്നും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുവെന്നും നമ്മെ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യപ്രകാരം ആക്കി മാറ്റുന്നു എന്നുള്ള കാര്യവും ഓർക്കാം. സ്ഥിരതയില്ലാത്തൊരു ഭക്തി ഞങ്ങൾക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുൻപോട്ട് പോകണം എന്നുള്ള വിചാരം ഞങ്ങൾക്ക് വേണ്ട. കർത്താവേ, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനു വേണ്ടി ലാക്കോടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഛേദമായതെല്ലാം ലാഭമെന്നെണ്ണിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇനിയും ഞാൻ യേശുവിലേക്ക് അടുക്കണം. എൻ്റെ ജീവിതത്തിൽ മാറ്റണം. എൻ്റെ സംസാരം, പ്രവൃത്തികൾ, എൻ്റെ സ്വഭാവം, എൻ്റെ നടപ്പ് എല്ലാം യേശുവിനെ പോലെ ആയിരിക്കണം എന്ന് ആശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിക്കാട്ടെ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ വരാൻ സാധിച്ചതിന് നന്ദി. നിന്റെ വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ തീയെ ഇറക്കണമേ. എന്തിനു വേണ്ടിയാണോ ഞാൻ യേശുവിൻ്റെ കയ്യാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ബന്ധപ്പെടുന്നു എന്ന് പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റാനാണ് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തത്.
അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ അവൻ രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി കൂടി വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആർക്കൊക്കെ എന്തൊക്കെ വരങ്ങളുണ്ട്, എന്തൊക്കെ താലന്തുകളുണ്ട്, ആരുടെയൊക്കെ ജീവിതത്തിൽ നിന്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ രാജ്യത്തെ കെട്ടിപ്പണിയുന്നതിനായി, നിന്റെ രാജ്യത്തെ വിശാലപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ